എൻ്റെ പേര് ജെയിംസ് ജോയി എന്നാണ്. 40 വയസ്സാണ്. വീട് കേരളത്തിൽ കോട്ടയം ജില്ലയിൽ മീനച്ചി താലൂക്കിൽ പാല രാമപുരം എന്ന സ്ഥലത്താണ്. വീട്ടിൽ അപ്പന, അമ്മ, ഭാര്യ, 2 കുട്ടികളുള്ളത്. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യയും നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ജോലി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 12-13 വർഷമായിട്ട് തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാങ്ങിയത്? ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഹെൽത്ത് ഇൻഷുറൻസുകളെക്കുറിച്ച് അറിയുമെന്നാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിരുന്നു, ഓരോ വ്യക്തികളുടെ എടുക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ അതിൽ നിന്ന് അതെനിക്ക് വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ്, അതൊരു നഷ്ടമാണ് എന്നുള്ള കണക്കിൽ അങ്ങനെ ആയിരിക്കുന്ന ഒരു കാലത്ത് ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ സെയിം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജിൻഡോ ജോർജ് എന്നയാൾ എന്നെ കണ്ടുമുട്ടി. ഇതിനെക്കുറിച്ച് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തി തരികയും അതിൻ്റെ ബെനഫിറ്റും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അതിലെ ആവശ്യകതയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിലൂടെ ഞാനൊരു ഇൻഷുറൻസ് എടുക്കുക, ആളുടെ തന്നെ നിർബന്ധത്തിന് അന്ന് ഒരു ഇൻഷുറൻസ് എടുക്കുകയുണ്ടായി. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെയിം എടുക്കേണ്ടതായി വന്നിട്ടുണ്ടോ? അത് എടുത്ത് വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മൂത്ത കുട്ടിയെ കളിപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത്, കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയം ചെസ്റ്റിനകത്തൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്തു. അതായത് അത് ഗ്യാസിൻ്റെ ആയിരിക്കും എഴുതി ഹോസ്പിറ്റലിൽ പോയി ടാബ്ലറ്റൊക്കെ കഴിച്ചു. പക്ഷെ അതങ്ങ് മാറണില്ല. വീണ്ടും ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു 1 മന്തിനകത്താണ് വീണ്ടും ഇങ്ങനെ ടൈറ്റ്നസ്, വേറെ പെയിനോ ശ്വാസം മുട്ടോ ഒന്നുമില്ല, ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി ഈ ചെസ്റ്റ് ടൈറ്റ്നസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഡോക്ടറോട് പറയുകയും സഡൻ ഒരു ECG ഒരു എക്കോ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു എക്കോ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഒരു എക്കോ ചെയ്തു. ആ എക്കോയിലാണ് AS ഡയഗ്നോസ് ആയത്, അയോർട്ടിക് സ്റ്റെനോസിസ്. അതിന് വേറെ മരുന്നുകളോ അങ്ങനെയൊന്നുമില്ല. അതായത് കാൽസിഫിക്കേഷനാണ്, അൺനോൺ കേസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു അതിനെന്താ ഉള്ള ഒരു മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിന് സർജറിയാണ്, അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിന് സർജറിക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 4 ലക്ഷോളം വരും എന്നിങ്ങനെ ഹോസ്പിറ്റലിൽ അവർ പറയുകയുണ്ടായി. അപ്പം 4 ലക്ഷം നമുക്ക് അന്നേരം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ജിൻഡോയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് സംസാരിച്ച് ഏകദേശം ഒരു 5-6 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട വന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജായ അതിൽ മുഴുവൻ പൈസയും എന്നവണ്ണം ഏതാനും ഒരു 90-95% ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിലൂടെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു ബാധ്യത, അതായത് അത് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്ത്. ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എത്രത്തോളം പ്രധാനമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതികൾ, ജീവിതത്തിൻ്റെ ടെൻഷന് ഒക്കെ വെച്ച് അസുഖം ഇന്ന സമയത്ത് എപ്പം വേണേലും നമ്മൾക്ക് അസുഖബാധിതരായി തീരാം. പൂർണ്ണ ഹെൽത്ത് ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അസുഖബാധിതനായി തീരാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയും അസുഖം വരുന്നതിൽ നിന്ന് റിക്കവറായി വരാനായിട്ട് അതിൽ നിന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ മാറ്റി വെച്ച് ആരും അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. ഉള്ളതിൽ നിന്ന് എടുത്ത് അസുഖം വരുമ്പോൾ നോക്കുന്നു എന്നുള്ള രീതി. പക്ഷേ നമ്മുടെ കയ്യിൽ അന്നേരം ഇല്ല എങ്കിൽ, അതുപോലെ തന്നെ സാമ്പത്തികം അതോടുകൂടി താളം തെറ്റുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസ് വളരെയധികം സപ്പോർട്ടീവാണ്. അത് ഒരു നഷ്ടമുള്ള കാര്യമല്ല. അത് ക്ലെയിമിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് നിങ്ങൾ എങ്ങനെ നന്ദി പറയുന്നു? ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞു, വീണ്ടും ഫിറ്റ്നസ് കിട്ടി, ഡോക്ടേഴ്സ് ഫിറ്റ്നസ് തന്നു, ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അതുപോലെ തന്നെ ആരോഗ്യം പൂർണ്ണമായിട്ടും പഴയ പോലെ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനുപരി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഇതിൽ ഒന്ന് പറയാനായിട്ടുള്ളത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയോട് വളരെയധികം നന്ദി പറയുന്നു.